ആ നട്ടുച്ച നേരത്ത് കർത്താവ് വേർപ്പം കയറി ഉച്ചയും പോയിഞ്ഞ് ആ കിണറ്റിൻ്റെ വാതിക്കെ ഇരുന്നപ്പോഴേ ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചപ്പോൾ ആ സമരക്കാർ ചാടിക്കടിച്ചു. നിങ്ങളുടെ ഈ ചാടിക്കടിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ ഉടമ്പടി താമസിക്കും. നന്ദിയുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ എന്താ? കർത്താവിൻ്റെ മനസ്സിനനുസരിച്ച് നിങ്ങളുടെ സ്വഭാവം നിങ്ങളെ പുനഃക്രമീകരിക്കണം. അതാണ് അച്ഛൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ സമരക്കാർ എന്താ ചാടിക്കടിച്ചത്? ഇപ്പം നിങ്ങൾ ഉടമ്പടി എടുത്തു, പക്ഷേ വീട്ടിൽ ചാടിക്കടിയാണെന്നുണ്ടെങ്കിൽ പിന്നെയും നമ്മൾ ശാന്തമായ പിന്നെയും നമ്മുടെ അനുഗ്രഹങ്ങൾ താമസിക്കാം. പ്രകൃതി മാറ്റം അത്യാവശ്യമാണ് ഉടമ്പടിയുടെ. കാര്യം എന്താ? നമ്മൾ ദൈവത്തോടാണ് ഉടമ്പടി ചെയ്തിരിക്കുന്നത്. ഇപ്പം സമരക്കാർ ചാടിക്കടിച്ചില്ലേ? അവരെന്താ പറഞ്ഞത്? നീ ഒരു യഹൂദനായിരിക്കെ സമരക്കാർ എന്നോട് ഇതെന്തൊരു പരിപാടിയാണ് പറഞ്ഞു. ഒരു ഗ്ലാസ് വെള്ളം പരവേശം എടുത്തപ്പോൾ യാചിച്ചതിന് ഇവർ ജാതി പറഞ്ഞില്ലേ? അവൻ്റെ വല്ല കാര്യമുണ്ടാ? അടി പാഴ്സൽ മുതലൊക്കെ കൊടുക്കേണ്ടതാണ്. പക്ഷെ കർത്താവ് കൊടുക്കത്തില്ല. കർത്താവ് എന്താ ചെയ്യണത്? അതാണ് കർത്താവ് ഉടനെ അവിടെ ലെവലിലേക്ക് കയറി വന്നില്ല. കർത്താവ് ഈശോയുടെ നിലവാരത്തിൽ നിന്നുകൊണ്ട് എന്താ പറഞ്ഞത്? നിന്നോട് കുടിക്കാൻ ചോദിക്കുന്നതും ആരാണെന്നും നീ അറിയുകയും നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവൻ്റെ എന്ത് മധുരമായിട്ടാണ് പറഞ്ഞത്. ഈശോ എന്നാ പറഞ്ഞ? മകളെ ഇങ്ങനെ ചാടിക്കടിക്കണ എന്താ കാര്യമെന്നറിയാമോ? എന്നെ അറിയാത്തത് കൊണ്ടാണ്. എന്ത് സിമ്പിളായിട്ടാണ് പറഞ്ഞിരിക്കണത്. 4:10 യോഹന്നാൻ്റെ സുവിശേഷം. നിൻ്റെ പ്രകൃതിയിൽ ഈ വന്നിരിക്കണ ചാടിക്കടിയില്ലേ? ഇപ്പം ഈ ചാടിക്കടിക്കാൻ വന്നിരിക്കണത് എന്താണെന്നറിയാമോ? കാരണം എന്നെ അറിയാത്തത് കൊണ്ടാണ്. ഒരു മനുഷ്യൻ്റെ പ്രകൃതി മാറണത് ഈശോനെ അറിയുന്നതനുസരിച്ച് കൊണ്ട് പ്രകൃതി മാറും. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, അങ്ങയെ അറിഞ്ഞു ജീവിക്കാൻ, അങ്ങയുടെ വചനത്തിൽ വരുമെന്ന് ജീവിക്കാൻ, കർത്താവേ അങ്ങയുടെ വചനത്തിന് പ്രബോധനം ഉൾക്കൊള്ളാൻ കൃപ ചൊരിയണമേ. അഭിഷേക വചനത്താൽ ഞങ്ങളെ പ്രബുദ്ധരാക്കുന്നതിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. സന്തോഷത്തോടെ സ്നേഹത്തോടെ സ്വരത്തില് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. അപ്പോൾ യോഹന്നാൻ 4:10 ഈശോ പറഞ്ഞില്ലേ, എന്നെ അറിയാത്തതാണ് നിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. അതാണ് ഈശോ പറഞ്ഞത്. എന്നെ അറിയാത്തതാണ് നിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. അത് വലിയൊരു മർമ്മമാണ് കേട്ടോ. അതാണ് ഈശോ പറഞ്ഞത്, എന്നെ പഠിക്കൂ എന്ന് പറയും. അറിയാത്തവരെന്താ ചെയ്യേണ്ടത്? അറിയാത്തവരെന്നാ ചെയ്യേണ്ടത്? പഠിക്കണം. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, എന്നെ പഠിക്കൂ. എന്താ പഠിക്കേണ്ടത്? ഞാൻ ശാന്തശീലനാണ്, പിന്നെന്താണ്? വിനീത ഹൃദയനാണ്, എന്നിൽ നിന്ന് പഠിക്കുവിൻ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും? ആശ്വാസം ലഭിക്കും. ദൈവികമായ ആശ്വാസത്തിൻ്റെ എല്ലാം അടിസ്ഥാനം ഈശോയെ പഠിക്കലാണ്. കൈ അടിച്ച് കർത്താവ്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അപ്പം നമ്മൾ യോഹന്നാൻ 4:10 മത്തായി 11:29 ഇന്റർകണക്റ്റഡാണ്. കർത്താവ് പറയും, നിൻ്റെ മുഴുവൻ പ്രശ്നങ്ങളുടെ പരിഹാരം എന്താ? എന്നെ അറിയാത്തതാണ്. എന്നെ അറിയണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? എന്നെ പഠിക്കണം. എന്താണ് പഠിക്കേണ്ടത്? ഞാൻ ശാന്തശീലനാണെന്ന് പഠിക്കണം. എന്താണ് ശാന്തശീലൻ എന്ന് പറയുമ്പോൾ? ശാന്തശീലർക്കുള്ള ഗുണം എന്താ? ശാന്തശീലർ അനുഗ്രഹീതരാകുന്നു. പറഞ്ഞേ, അവർ ഭൂമി കൈവശമാക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് മത്തായി 5:5 മലയിലെ പ്രസംഗങ്ങളിൽ ഒന്നാണത്. എന്താണ്? നമ്മൾ ശാന്തശീല വ്യഗ്രതയാണ് പ്രശ്നം ഇല്ലേ? ഹാർട്ട് അറ്റാക്കും അൾസറും ഉണ്ടാകണത് എന്താണ്?
വ്യഗ്രത കൊണ്ടല്ലേ, അല്ലേ? അപ്പം വ്യഗ്രതയ്ക്കെതിരാണ് എന്താണ്? ശാന്തശീല. ഈ ശാന്തശീല എങ്ങനെ? ഈ മത്തായി 5:5 ഭൂമി എന്ന് പറയുന്നത് എന്താണ്? ജീവിത ലക്ഷ്യം. ഈ ജീവിത ലക്ഷ്യം നമ്മൾ കൈവശമാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ശാന്തത ശീലമാക്കണം. എങ്ങനെയാണ് ഈ ശാന്തശീലമാക്കണത്? ഈശോയെ സ്നേഹിക്കുമ്പോഴാണ് ശാന്തശീലം ഉണ്ടാകണം. എന്താണ്? നമ്മൾ ഉടമ്പടി ചെയ്യുമ്പോൾ എന്താ ചെയ്യണത്? പരിശുദ്ധ അമ്മ വഴി നമ്മുടെ ജോലി, വീട്, വിവാഹം എല്ലാം ഈശോയ്ക്ക് ഏൽപ്പിക്കുന്നു. നമ്മൾ സാക്ഷ്യങ്ങൾ എന്തുമാത്രം കേട്ടു. ഇപ്പം ഇന്നത്തെ സാക്ഷ്യത്തിൽ ഞാൻ പത്രത്തെഴുതി കൊടുത്തതാണോ നിങ്ങളിവിടെ കേട്ടതാണോ എന്ന് അറിയത്തില്ല. 49 വയസ്സൊക്കെ ഉള്ള ആൾ വിവാഹം കഴിച്ചിട്ടുണ്ട്. ഇവിടെ പറഞ്ഞാണോ സാക്ഷ്യം? ഇവിടെ പറഞ്ഞതാണോ? ശരി. അപ്പം എന്താ 2 സാക്ഷ്യം ഒരുമിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നത് അവിടെ. അപ്പോൾ 49 വയസ്സ്. ഇന്നാളെ കേട്ടത് 46 വയസ്സാണ് കേട്ടത്. 46 വയസ്സുള്ളവർ വിവാഹം കഴിച്ച്. ഇപ്പം നമ്മൾ കേട്ടത് 49 വയസ്സ്. അപ്പോൾ ഈ ഉടമ്പടിയുടെ റേഞ്ച് വേണ പൂക്കുണ്ടല്ലേ. പണ്ടൊക്കെ ഞങ്ങൾക്ക് 35 വയസ്സുള്ളൊരു കല്യാണം കഴിച്ചെന്ന് കേട്ടാൽ ഞാൻ ഉടനെ ആ സാക്ഷ്യം ഭയങ്കര സന്തോഷത്തോടെ സൈൻ ചെയ്യുമായിരുന്നു. അതിനെയും കവഴിഞ്ഞാണിത് വരണത്. അതുപോലെ മക്കളില്ലാത്ത ആൾക്കാർ തന്നെ 20 വർഷമായിട്ട് മക്കളില്ലാത്തവരെ ഉടമ്പടി പുതുക്കി കഴിയുമ്പോൾ എങ്ങനെയാണ് 2 കുഞ്ഞുങ്ങളെ ഗർഭം ധരിക്കണത്? അതിൻ്റെ അർത്ഥം എന്താണ്? അതാണ് 2 കുഞ്ഞുങ്ങളുമായിട്ട് സാക്ഷ്യം പറഞ്ഞില്ലേ. ഈ മാസം ആദ്യം 2 കുഞ്ഞുങ്ങളുമായിട്ട് ഉടമ്പടി. അവർക്ക് 20 വർഷമായിട്ട് മക്കളില്ല. ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോൾ ആ ആഴ്ചയിൽ അവർക്ക് കർത്താവ് കുഞ്ഞിനെ കൊടുത്തു, 2 കുഞ്ഞുങ്ങളെ കൊടുത്തു. അപ്പോഴെന്താ പ്രശ്നം? ശാന്തശീലത എന്ന് പറയണത് ശാന്തതയുടെ ഉള്ളിലെ എന്താ സംഭവം? എന്താണ് ശാന്തത? ഐ ആം മീക്ക് ആൻഡ് ഹംബിൾ എന്നാണ് ഈശോ പറഞ്ഞിരിക്കുന്നത്. ഈ 2 സ്വഭാവം വെരി സീരിയസ് ആണ്. കർത്താവുമായിട്ട് ഡീല് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ 2 സ്വഭാവം നമ്മൾ കാലാന്തരത്തിൽ സംശീകരിക്കണം. ഒന്നെന്താണ്? മീക്ക് എന്ന് വെച്ചാൽ ശാന്തശീലത. മറ്റെന്താണ്? ഹംബിൾ, വിനയം, എളിമ. എളിമയാണ് ഈ വിട്ടുകളയെന്ന് പറയുന്ന സംഭവം. മനസ്സിലായ? നമ്മൾ ആരോ ആണെന്ന് നമ്മൾ ധരിക്കുമ്പോഴാണ് നമുക്ക് എളിമ നഷ്ടപ്പെടുന്നത്. എൻ്റെ മക്കൾ മനസ്സിലാക്കണം. ഉടമ്പടി ഒഴുകി വരണ്ടേ മക്കളെ? ദൈവം വിനയമുള്ളവർക്ക് കൃപ നൽകുന്നു എന്നല്ലേ പറയണത്, അല്ലേ? നമ്മൾ പത്രോസിൻ്റെ 5 വായിക്കുമ്പോഴും യാക്കോബിൻ്റെ 4:6 വായിക്കുമ്പോഴും ലേഖനങ്ങൾ വായിക്കുമ്പോഴേ ദൈവം എളിമയുള്ളവർക്ക് കൃപ നൽകുന്നു. പക്ഷേ എളിമ എങ്ങനെ ഉണ്ടാകും? നമ്മൾ ആരോ ആണെന്ന് ഉള്ള നിലവാരത്തിൽ നിന്നാണ് താഴേക്ക് വരേണ്ടത്. അതാണ് കർത്താവ് താഴേക്ക് വന്നത്. വിട്ടുകളഞ്ഞു. അവൻ പ്രകൃത്യ ദൈവമായിരിക്കവേ ദൈവത്തോടുള്ള സമാനത മുറുകെ പിടിക്കേണ്ട കാര്യമായി അവൻ പരിഗണിച്ചില്ല, വിട്ടുകളഞ്ഞെന്ന്. ഇപ്പം നിന്നോടൊരാൾ അപമര്യാദയായിട്ട് പെരുമാറി. ഞാൻ ചില സമയത്ത് ഓർക്കുകയെ, എൻ്റെ ചേട്ടായി, എൻ്റെ അപ്പം മരിച്ചതാണ്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ സെമിനാരിൽ ചേർന്നത്. എൻ്റെ ചേട്ടായിയാണ് പിന്നെ എല്ലാം നോക്കിയത്. പക്ഷേ എൻ്റെ പട്ടത്തിൻ്റെ ഒരു 2-3 മാസം മുമ്പ് ആൾ നാടി വിട്ടുപോയി. ഞാൻ ഒറ്റക്കായിപ്പോയി. അന്ന് വീടും എല്ലാം ഉറഞ്ഞതായിരുന്നു. പിന്നെ സെമിനാരിൽ ലീവെടുത്ത് വന്ന് കുറേ ബന്ധുക്കളോടൊക്കെ കടം വാങ്ങിച്ച് ഒറ്റക്ക് നിന്നാണ് കുറച്ച് ആൾക്കാരുടെ ഈ വീട് പണിത് കൂട്ടി ഒരു കണക്കിന് തല്ലിക്കൂട്ടി എടുത്ത് 10 മനുഷ്യർ വന്നതല്ലേ. നിങ്ങളെന്ത് പറഞ്ഞാലും എനിക്ക് മനസ്സിലാകുവേ. ഞാൻ വന്നൊരു വഴിയുണ്ട്. അന്ന് ഇവർ 2 പേരേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് എനിക്ക് തോന്നി അവർ മതിയെന്ന്. നിങ്ങൾക്കും ഒരു വിഷയം വരുമ്പോൾ നിങ്ങൾ ഇവരെയാണ് ഞാൻ പ്രൊമോട്ട് ചെയ്ത് തരണത്, ഇവർ മതിയെന്ന്. ബാക്കി ആരോടും പരിഭവമില്ല, പരാതിയില്ല. എല്ലാം റെഡിയായി. ഓർഡിനേഷൻ്റെ തലേ ദിവസം ചേട്ടായി പ്രത്യക്ഷപ്പെട്ട് നമുക്ക് വേണമെങ്കിൽ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാം, ചേട്ടാ എന്നോട് അങ്ങനെ ചെയ്തില്ലേ എന്ന്, ഇല്ലേ? പക്ഷേ വിട്ടുകളയണം. അവിടെയാണ് ഉടമ്പടി വരേണ്ടത്. വിട്ടുകളയണം. ഒന്നും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കരുത്. അതെല്ലാം വിട്ടുകളയണം. അതാണ് പരിഗണിച്ചില്ല എന്ന് പറയുന്നത്. ശ്രുതികട്ടെ ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പേര് കവിത. ഞാൻ വെട്ടിയാറിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 7/7/2024. ഇതെൻ്റെ 4ാമത്തെ പുതുക്കലാണ്. അമ്മ മാതാവിനോട് ചോദിച്ച എല്ലാ കാര്യങ്ങളും തിരുകുമാരനുമായി പറഞ്ഞ് ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും സാധിച്ചു തന്നു. ഞാൻ എൻ്റെ 1ാമത്തെ ഉടമ്പടിയിൽ എൻ്റെ മകനെ
എൻ്റെ മകനാണ് ഇവിടെ നിൽക്കുന്നത്, ജിതിൻ. എൻ്റെ മകന് ഒരു സർക്കാർ ജോലിയെക്കുറിച്ചാണ് ഉടമ്പടി വെച്ചിരുന്നത്. ആ ഉടമ്പടിയിൽ അവൻ KSEB സബ് എഞ്ചിനീയറായിട്ട് പരീക്ഷ എഴുതിയിരുന്നു. റാങ്ക് ലിസ്റ്റിലുണ്ടെങ്കിലും ഒരുപാട് പിറകിലായിരുന്നു. അപ്പോൾ യാതൊരു കാരണവശാലും കിട്ടാനുള്ള സാധ്യതയില്ല. 2 പ്രാവശ്യം അതിൽ നിന്ന് ആളുകളെ എടുത്തെങ്കിലും പിന്നീട് അങ്ങോട്ട് എടുക്കുന്ന കാര്യത്തെക്കുറിച്ച് യാതൊരു തീരുമാനവും ഉണ്ടായിരുന്നില്ല. പക്ഷേ 3ാമത്തെ ഉടമ്പടി മെയ് മാസത്തിൽ ഞങ്ങൾ 3ാമത്തെ ഉടമ്പടി ഇവിടെ വന്ന് പുതുക്കിയ സമയത്ത് ഈ ഉടമ്പടിക്കാലം തീരുന്നതിന് മുമ്പായിട്ട് ജോലിയെക്കുറിച്ചൊരു അറിയിപ്പ് ഞങ്ങൾക്ക് കിട്ടണേ എന്ന് അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നു. ആ ഉടമ്പടിക്കാലം തീരുന്നതിന് മുമ്പ് 2 മാസമായപ്പോഴേക്കും നമുക്ക് സർക്കാരിൽ നിന്ന് അറിയിപ്പ് ലഭിക്കുകയുണ്ടായി. അവനെയും സെലക്ട് ചെയ്തു എന്നുള്ളൊരു സെലക്ഷൻ മെമ്മോ കിട്ടുകയുണ്ടായി. അതിന് അമ്മ മാതാവിനോടും തിരുകുമാരനോടും 1000 നന്ദി പറയുന്നു. അതേപോലെ തന്നെ ഞാൻ എൻ്റെ ഉടമ്പടിയിൽ വെച്ചിരുന്നതാണ് എനിക്കൊരു വീട് വേണമെന്നുള്ള കാര്യം. ആ വീട് വെക്കുന്നതിന് യാതൊരു മാർഗവുമില്ലാതെ എന്ത് കണ്ടുകൊണ്ടാണ് ഒരു വീടൊക്കെ പൂർത്തിയാക്കണമെങ്കിൽ ഒരുപാട് സാമ്പത്തികം വേണമല്ലോ. സാമ്പത്തികം ഒന്നും കയ്യിൽ കാണാതെ ഒരു വീടിന് എങ്ങനെയാണ് തുടങ്ങുന്നതെന്ന് ഞാൻ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ എന്നും അച്ഛൻ്റെ ഡെയിലി ബ്രെഡിൽ പങ്കെടുക്കുകയും അച്ഛൻ പറയുന്ന ഓരോ കാര്യങ്ങളും എൻ്റെ കാര്യങ്ങളാണെന്ന് എനിക്ക് തോന്നുമായിരുന്നു. ഞാൻ ഒരുപാട് മാനസികമായി വിഷമിച്ചിരുന്ന ആ ഒരു സന്ദർഭത്തിൽ എനിക്ക് അമ്മയോടുള്ള പ്രാർത്ഥനയിൽ ആ ഉടമ്പടിയിൽ എനിക്ക് ഒരു വീടിൻ്റെ ആരംഭം തുടങ്ങാൻ എനിക്ക് കാരണമായി. ഞാനിപ്പോൾ ആ വീടിന് അമ്മയുടെ അനുഗ്രഹത്താൽ ആ വീടിന് തറ കെട്ടിയിട്ടുണ്ട്. അതും അമ്മയുടെ അനുഗ്രഹം കൊണ്ടുണ്ടായ ഒരു വലിയ കാര്യമാണ്. ഞങ്ങൾ 4 പേരും എൻ്റെ അനിയത്തിയുടെ വീട്ടിലാണ് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ, എൻ്റെ അനിയത്തി, എൻ്റെ മകൻ 3 പേരും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1ാമത്തെ ഉടമ്പടി സമയത്ത് എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായി. അപ്പോൾ ഞാനൊരു ടീച്ചറാണ്. അപ്പോൾ നമ്മളെന്നും പോകാത്ത ഒരു വഴിയിൽ കൂടി അന്നത്തെ ദിവസം സ്കൂളിൽ പോവുകയുണ്ടായി. എൻ്റെ ഹസ്ബൻഡാണ് എന്നെ കൊണ്ടുപോയത്. അപ്പോൾ ആ വഴിയിൽ ഒരു ഹമ്പുണ്ടായിരുന്നു. അതിന് സിഗ്നലൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കറിയത്തില്ലായിരുന്നു. പക്ഷേ അത് കയറി കഴിഞ്ഞപ്പോൾ എന്തോ സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല. ഞാൻ പുറകിൽ നിന്ന് കൈവിട്ട് തെറിച്ച് ആ റോഡിലേക്ക് പോയി. പക്ഷേ എന്നെ 2 കൈകളിലും എടുത്ത് റോഡിലോട്ട് കൊണ്ടുവെക്കുന്നൊരു അനുഭവമായിരുന്നു എനിക്ക് പറ്റിയത്. ഞാൻ തെറിച്ച് വന്ന് വീണ ആ ഒരു സമയത്ത് ഞാൻ ഓർത്തു എൻ്റെ ഈ താടിയെല്ലാം സെറ്റോട് ഇളകിപ്പോയതായിരിക്കുമെന്ന്. ഞാൻ എഴുന്നേറ്റിട്ട് ഇങ്ങനെ തപ്പി നോക്കിയത് ഇവിടെ ഉണ്ടോയെന്നാണ്. പക്ഷേ എനിക്ക് അവിടെ എങ്ങും ഒന്നും പറ്റിയില്ല. കൈയുടെ മുട്ടിനും കാലിൻ്റെ മുട്ടിനും ചെറിയ ഒരു ഉരവ് മാത്രമേ സംഭവിച്ചുള്ളൂ. അത് ആ ഉടമ്പടിക്കാലത്ത് അമ്മ എന്നെ രക്ഷിച്ചതാണ്. അതുപോലെ സ്കൂളിലെ HM ആണ്, ഹെഡ് മിസ്ട്രസ്സാണ് ഞാൻ. സ്കൂളിലെ ഓരോരോ ചില പ്രശ്ന സമയത്തൊക്കെ അമ്മയുടെ ഈ ഉടമ്പടി കാശ് രൂപം എൻ്റെ കയ്യിലുണ്ട്. ആ കാശ് രൂപം വെച്ച് പ്രാർത്ഥിച്ച് എനിക്ക് ഒരു പ്രശ്നങ്ങളിലും പെടാതെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ഞാൻ സ്കൂളിൽ വരുന്ന എൻ്റെ കുട്ടികളുടെ രക്ഷിതാക്കളോടും അതേപോലെ തന്നെ ഞാനുമായിട്ട് പരിചയപ്പെടുന്ന വേറെ ചിലരൊക്കെ ദുഃഖങ്ങൾ ഞാനുമായിട്ട് പങ്കുവെക്കുന്ന സമയത്തൊക്കെ ഞാൻ അവരോട് ഈ കൃപാസനത്തെ പറ്റി ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ ഈ മെയ് മാസത്തിൽ ഒരു വിനോദയാത്ര പോയി. അപ്പം ഞാൻ വണ്ടിയിൽ കൃപാസനത്തിലെ പത്രം കൂടി എടുത്തു വെച്ചിരുന്നു, എല്ലാവർക്കും കൊടുക്കാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി. അപ്പോൾ ആ പത്രത്തിൽ കുറച്ച് വണ്ടിയിലുണ്ടായിരുന്നു. അപ്പോൾ 2ാമത്തെ ദിവസം റൂം കിട്ടാഞ്ഞതുകൊണ്ട് ഞങ്ങൾ എറണാകുളത്തു നിന്നും നേരെ വീട്ടിലേക്ക് ഇനി പുറപ്പെട്ടു. അപ്പോൾ ഒരു 12:30 ആയി കാണും. ഏതാ സ്ഥലമെന്ന് എനിക്ക് അന്നേരം ആ സമയത്ത് അറിയത്തില്ല. ഓടിച്ചിരുന്നത് എൻ്റെ അനിയത്തിയുടെ ഹസ്ബൻഡാണ് വണ്ടി ഓടിച്ചിരുന്നത്. ആ 12:30 ആയ സമയത്ത് ഏതോ ഒരു സ്ഥലത്ത് വന്നപ്പോഴത്തേക്കും കണ്ണൊന്ന് ചെറുതായിട്ടൊന്ന് അടഞ്ഞു പോയി. വണ്ടി കയ്യിൽ നിന്നും പാളി വലതുവശത്തേക്ക് അങ്ങ് പോയി. അപ്പോൾ വണ്ടിയിൽ 2 അടി അടിക്കുന്ന സൗണ്ട് കേട്ട് പെട്ടെന്ന് ഞങ്ങൾ ഞെട്ടി ഉണർന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ചത് ഏതെങ്കിലും വണ്ടിയെ ചെന്ന് ഇടിച്ചതായിരിക്കും. കാറിൻ്റെ ഗ്ലാസ് എല്ലാം ഇളകിപ്പോയ പോലെ എനിക്ക് കണ്ണു തുറന്നപ്പോൾ തോന്നി. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. വണ്ടി പാളിപ്പോകാൻ നേരത്ത് അമ്മ ശബ്ദം ഉണ്ടാക്കി ഞങ്ങളെ രക്ഷിച്ചതാണ്. കാരണം അത് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് മാറ്റി നിർത്തി വണ്ടി നോക്കിയപ്പോൾ പാലത്തേലാണ്. പാലത്തിൻ്റെ കൈവരി തകർത്ത് വെള്ളത്തിലേക്ക് വീഴാൻ പോകുന്ന ഒരു അവസ്ഥയിലാണ് വണ്ടി അവിടെ ചവിട്ടി നിർത്തിയത്. ഇതെല്ലാം തിരുകുമാരൻ്റെയും അനുഗ്രഹവും കൃപ കൊണ്ടും ആണ് ഞങ്ങൾക്കിത് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ എൻ്റെ അനുജത്തിക്കും ഇതുപോലെ കുറേ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ അവളുടെ കയ്യിലോട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഞാൻ ചെയ്ത പ്രേക്ഷിത പ്രവർത്തനങ്ങളെന്ന് പറയുന്നത് ഈ പത്രം ഞാൻ യാത്ര ചെയ്യുന്ന ബസ്സിലും ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നവർക്കും
അതുപോലെ തന്നെ വീടുകളിലൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീടുകളിലൊക്കെ കൊടുക്കുമ്പോൾ ആദ്യമായിട്ട് ഇത് കൊടുക്കുമ്പോൾ അവർ നമ്മളെ ഒരുപാട് കളിയാക്കുമായിരുന്നു. നിങ്ങളെന്തിനാ ഇങ്ങനെ ഇതൊക്കെ കൊടുക്കാൻ പോകുന്നത്, ഞങ്ങളെ ഹല്ലേലൂയ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമായിരുന്നു. പക്ഷേ അവരിൽ ചിലരൊക്കെ വീണ്ടും ചോദിച്ച് പത്രം വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആശുപത്രികളിൽ പൊതിച്ചോറ് കൊടുക്കാറുണ്ട്. ഓൾഡ് ഏജ് ഹോമിൽ അന്നദാനം നടത്തും. അനാഥാലയങ്ങളിലേക്ക് അരി, പച്ചക്കറി, ബ്രെഡ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോയി കൊടുക്കും. അതുപോലെ തന്നെ ഒരുപാട് വിഷമിച്ച് നമ്മളോട് ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നവരോട് അവരോട് സന്തോഷത്തോടെ സമാധാനിപ്പിച്ച് അവരോട് സംസാരിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അതുപോലെ എൻ്റെ സ്കൂളിലെ അച്ഛൻ ഒക്കെ മരണപ്പെട്ട കുട്ടികളുടെ വീട്ടിലേക്കുള്ള അരി, മറ്റു പലവ്യഞ്ജന സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കും. അവർക്കുള്ള കുട്ടിക്കുള്ള ഡ്രസ്സ്, പിന്നെ എന്തെങ്കിലും കാരണവശാൽ അവർക്ക് എന്തിനെങ്കിലും പൈസ തരാൻ പറ്റാത്ത സാഹചര്യത്തിൽ അത് അവരോട് വേണ്ടാന്ന് വെക്കുകയും അത് നമ്മളായിട്ട് ചെയ്യുകയും, അതുപോലെ തന്നെ ഭിന്നശേഷി കുട്ടിയുണ്ട്, അസുഖമായിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് അവർക്ക് സാമ്പത്തിക സഹായം ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. അതെല്ലാം അമ്മ മാതാവിൻ്റെയും തിരുകുമാരൻ്റെയും അനുഗ്രഹത്താലും കൃപയാലുമാണ് എനിക്ക് അതൊക്കെ ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. ഞാൻ അനിയത്തിയുടെ കയ്യിലോട്ടൂടെ അമ്മ മാതാവിനും തിരുകുമാരനും കോടാനുകൂടി നന്ദിയും സ്തുതിയും അർപ്പിക്കുന്നു. ഞങ്ങളും ഈ പറഞ്ഞതുപോലെ 2024 ജൂലൈ മാസത്തിലായിരുന്നു ഉടമ്പടി എടുത്തത്. ഞങ്ങൾക്ക് ഞാനും ചേച്ചിയുടെ മോൻ്റെ ജോലിക്ക് വേണ്ടി ഉടമ്പടി വെച്ചിരുന്നു. അത് സാധ്യമായി കിട്ടിയതിന് നന്ദി അർപ്പിക്കുന്നു. അതുപോലെ തന്നെ 40% സ്ഥലം ഉണ്ടായിരുന്നു. അതിലേക്കൊരു നടവഴി പോലും ഇല്ലാതിരുന്ന ഒരു സ്ഥലമായിരുന്നു. അത് കാരണം വളരെ നേരത്തെ തന്നെ നമ്മുടേത് വസ്തുവിൻ്റെ ചിന്ത തന്നെ നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റിയിരുന്നു. കാരണം അതിൻ്റെ അടുത്തുള്ള ഒരു വസ്തുക്കാർ വിചാരിച്ചാൽ അതിലേക്ക് വഴി തരാമായിരുന്നു. പക്ഷേ അവരോട് ചോദിച്ചപ്പോൾ അവർക്ക് താല്പര്യമില്ലായിരുന്നു. പിന്നെ അതിൽ വഴി കിട്ടണമെങ്കിൽ 2 വസ്തുവിൻ്റെ ഉടമസ്ഥർ വിചാരിച്ചെങ്കിൽ മാത്രമേ പറ്റത്തുള്ളായിരുന്നു. അത് അങ്ങനെ എഴുതി തള്ളിയ ഒരു കേസായിരുന്നു. അത് കാരണം അതിനെപ്പറ്റി ഒന്നും ഉടമ്പടിയിൽ വെച്ചിരുന്നില്ല. പക്ഷേ എനിക്കത് ചോദിക്കാതെ തന്നെ അമ്മ അതൊരു വലിയ പ്രതിഫലമായി തന്നു. അതിന് കാരണം ഞാൻ വിശ്വസിക്കുന്നത്, ഞാനൊരു ദിവസം എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോയിട്ട് തിരിച്ച് വന്ന വഴി ഒരു ഹസ്ബൻഡിന് ഒരു ഫോൺ കോൾ വരികയും ഒരു പള്ളിയുടെ മുന്നിലായിട്ട് തന്നെ വണ്ടി നിർത്തുകയുണ്ടായി. അപ്പോൾ അവിടെ അടുത്തൊരു പള്ളിയും മാതാവിൻ്റെ രൂപമൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ ഇറങ്ങിയെന്നാൽ ഞാനും മോളും കൂടെ സംസാരിക്കുന്ന അത്രയും സമയം ഞങ്ങൾ വെളിയിലിറങ്ങി അവിടെ പ്രാർത്ഥിക്കാമെന്ന് വെച്ച് കയറിയപ്പോൾ അവിടെ 2 കെട്ട് പത്രം, ഇതുപോലെ കൃപാസനത്തിലെ 2 കെട്ട് പത്രം അന്നത്തെ മഴയിൽ നനഞ്ഞ്, ഒരു ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു, നനഞ്ഞ് കുതിർന്ന് കിടക്കുകയായിരുന്നു. ഇപ്പോൾ അതെനിക്ക് അതവിടെ ഉപേക്ഷിച്ചിട്ട് പോരാൻ മനസ്സ് തോന്നിയില്ല. ഞാൻ ആ പത്രം എടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് അത് പിറ്റേ ദിവസത്തെ വെയിലിലും ഫാനിലും ഒക്കെ വെച്ച് ഉണക്കി അതെല്ലാവർക്കും ഞാൻ കൊടുത്തു. എന്നെ കൊണ്ടാവുന്ന പോലെ അത് മൊത്തത്തിൽ എനിക്ക് കൊടുക്കാൻ പറ്റി. അതിനുള്ള ഒരു പ്രതിഫലമായിട്ട് ഞാൻ ഒരിക്കലും ഈ വസ്തുവിന് വഴി കിട്ടുമെന്ന് വിചാരിച്ചതല്ല. അതിൻ്റെ അടുത്ത വസ്തുക്കാർ നമ്മളോട് ഇങ്ങോട്ട് വന്ന്, അവരുടെ വസ്തു വിൽക്കാൻ പോയ സമയത്ത് ഇങ്ങോട്ട് വന്ന് നമ്മളോട് നിങ്ങൾക്ക് വഴി വേണോ എന്ന് ഇങ്ങോട്ട് ചോദിക്കുകയും, അങ്ങനെ ഒരു വഴിയുമില്ല, അങ്ങനെ 2 വസ്തുക്കാർ ചേർന്ന് ഒരു വഴിയും ഇല്ലാതിരുന്ന ആ വസ്തുവിലേക്ക് പൊതുവായിട്ട് 3 വസ്തുക്കാർ ചേർന്ന് 6 സെൻറ്റ് സ്ഥലം വഴിക്കായി മാത്രമായി 3 വസ്തുവിലേക്കും പൊതുവഴിയായി ഞങ്ങൾക്ക് കിട്ടുകയുണ്ടായി. അതുപോലെ തന്നെ എൻ്റെ ആദ്യത്തെ ഉടമ്പടി എടുത്ത സമയത്ത് ഇച്ചിരിയൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അന്ന് എൻ്റെ ഒരു സ്വർണ്ണമാല, ഞാൻ സ്കൂളിൽ ഗസ്റ്റായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ആ സ്കൂളിൽ പോയ കൂട്ടത്തിലാണോ എവിടെയാണോ എന്ന് എനിക്കറിയില്ല, അത് പോയിരുന്നു. അപ്പോൾ ഞാൻ 2ാമത് ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ അത് നിയോഗമായിട്ട് വെച്ചിരുന്നു. 2.25 പവനുണ്ടായിരുന്നു ആ മാല. അപ്പോൾ അത് നിയോഗമായിട്ട് വെച്ചത്. കാരണം വീട്ടിലും എല്ലായിടം തിരക്കി, സ്കൂൾ ബസ്സിലായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. സ്കൂൾ ബസ്സിൽ നോക്കി, സ്കൂളിലും നോക്കി, അവിടെ എങ്ങും ഉണ്ടായിരുന്നില്ല. വീട്ടിൽ ഇനി അന്വേഷിക്കാനായിട്ട് ഒരു സ്ഥലവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ 2ാമത്തെ ഉടമ്പടിയിൽ ഞാനത് നിയോഗമായിട്ട് വെച്ചിരുന്നു. അങ്ങനെ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ അതും പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, ഇനിയും ഹസ്ബൻഡും ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു അത് പുറത്താർക്കെങ്കിലും കിട്ടിക്കാണും, എങ്ങനെ കിട്ടാനാ എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ച് ഒരു ദിവസം ഞാൻ പറയുണ്ടായി, അമ്മേ എനിക്ക് ഇനി ഈ പ്രാർത്ഥന നിയോഗം ഞാൻ പറയുകയില്ല, കാരണം അതെവിടെയെങ്കിലും മിസ്സായിപ്പോയി കാണും, എനിക്കത് കിട്ടാനൊരു വഴിയുമില്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥന നിർത്തി. വൈകിട്ടത്തെ പ്രാർത്ഥന കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഉണ്ട് മോൻ ഈ മാല നമ്മുടെ മേശയുടെ ഡ്രോയറിൽ നിന്ന് 2 പേപ്പറുകൾക്കിടയിലായിട്ടിരിക്കുന്ന, അവൻ്റെ സ്റ്റാപ്ലെയർ പിന്നെ എന്തോ തപ്പിപ്പോയതാണ്, അപ്പോൾ കിട്ടിയതാണെന്ന് പറഞ്ഞ് കൊണ്ടുവരുന്നു. അന്ന് ആ പ്രാർത്ഥന ഇനി ഞാൻ പ്രാർത്ഥിക്കത്തില്ല എന്ന് പറഞ്ഞത്, അത് പ്രാർത്ഥിക്കണ്ട എന്ന് തന്നെ മാതാവ് തീരുമാനിച്ചു. എനിക്കത് കിട്ടി. ആ മാല താലിമാലയായിരുന്നു. അതിനോടൊപ്പം തന്നെ ഞാൻ മാതാവിൻ്റെ ലോക്കറ്റും അതിൽ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള, ഞാനിപ്പോൾ ഈ ഗസ്റ്റ് ആയതുകൊണ്ട് ഓരോ വർഷവും ഇൻ്റർവ്യൂവിന് പോയിട്ടാണ് സ്കൂളിൽ കയറുന്നത്. ആ ഇൻ്റർവ്യൂവിന് ചെല്ലുന്ന സ്ഥലത്തും ഞാൻ 2-3 പത്രമായിട്ടായിരിക്കും പോകുന്നത്. എന്നോട് കോമ്പീറ്റ് ചെയ്യാൻ വരുന്നവർക്ക് വരെ ഞാൻ ആ പത്രം കൊടുക്കും, പ്രാർത്ഥിക്കാൻ പറയും. അങ്ങനെ ഇതുവരെ ജോലി ഇല്ലാതെ നിൽക്കേണ്ട അവസ്ഥ അമ്മ തന്നിട്ടില്ല.
അതുപോലെ മോൻ്റെ പഠനം അവൻ പഠിത്തത്തിൽ ഇച്ചിരി പുറകോട്ടായിരുന്നു. പഠിത്തത്തിൽ ഒരുപാട് പുറകോട്ടായിരുന്നു. പക്ഷേ അവനെ ഒരു ദൈവങ്ങളെയും പ്രാർത്ഥിക്കുന്നത് ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. പക്ഷേ മാതാവിൽ വളരെ വിശ്വാസവും രാവിലെ എക്സാമിനും സ്കൂളിലും ഒക്കെ പോകുമ്പോൾ മാതാവിൻ്റെ ഉപ്പും പരിശുദ്ധ തൈലവും ഒക്കെ തേച്ചിട്ടാണ് അവന് പോകുന്നത്. അതിൻ്റേതായ പഠനത്തിൽ വ്യത്യാസമുണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മ മാതാവ് തന്നിട്ടുണ്ട്. അതുപോലെ എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ആദ്യമായി ഞാൻ ഉടമ്പടി എടുത്തത്. അമ്മയ്ക്ക് ഒരു സ്ഥലമുണ്ടായിരുന്നു, അവിടെ ഒരു കിണറുണ്ടായിരുന്നു. അത് അടുത്ത അമ്മയുടെ റിലേഷനിൽപ്പെട്ടവർക്ക് വെള്ളം കോരി കുടിക്കാൻ അനുവാദം നൽകിയിരുന്നു. അത് പിന്നീട് അവർ സ്ഥിരമായി ഉപയോഗിച്ചു എന്നുള്ള പേരിൽ അവർ കേസ് കൊടുക്കുകയുണ്ടായി. അപ്പോൾ ആ വസ്തു നമുക്ക് വിൽക്കാനോ അത് കേസ് മാറ്റാനോ പറ്റാത്ത അവസ്ഥയായിരുന്നു. അപ്പോൾ അത് ഞാൻ ഉടമ്പടി വെച്ചിരുന്നു. അമ്മ ഇത് ഒരുപാട് മാനസികമായിട്ട് അമ്മയെ അലട്ടിയിരുന്നു. 2017 മുതലുള്ള ഒരു കേസായിരുന്നു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് 6 മാസത്തിനകമായിട്ട് അമ്മ ആ കേസും പരിഹരിച്ച് തന്നു. അതുപോലെ തന്നെ ആ വസ്തു വിൽക്കാനായി, അതിൻ്റെ ഷെയർ ചേച്ചിക്ക് കൊടുക്കാനായി. ഇതൊക്കെ ഞങ്ങൾക്ക് അമ്മ മാതാവ് അനുഗ്രഹിച്ച അനുഗ്രഹങ്ങളാണ്. എത്രയും കാലം ഈ ഉടമ്പടിയിൽ മുന്നോട്ട് പോകാമോ അത്രയും കാലം തന്നെ മുന്നോട്ട് പോകണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതുപോലെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഓൾഡ് ഏജ് ഹോമുകൾ സന്ദർശിച്ച് അവർക്ക് വേണ്ട ആഹാരങ്ങൾ, അതുപോലെ തന്നെ അനാഥ കുട്ടികളുടെ അവിടെയൊക്കെ സന്ദർശിച്ച് അവിടെ വേണ്ട സഹായങ്ങളൊക്കെ ചെയ്യാറുണ്ട്. പൊതിച്ചോറ് കൊടുക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ പത്രങ്ങൾ എല്ലാം വിതരണം ചെയ്യാറുണ്ട്. നമുക്ക് കിട്ടുന്ന പത്രങ്ങളല്ലാതെ ഇവിടെ വന്ന് വാങ്ങിച്ച് പത്രങ്ങൾ കൊടുക്കാറുണ്ട്. പിന്നെ പലരും നമ്മളോട് പ്രാർത്ഥിക്കണം എന്ന് പറയുന്ന കാര്യങ്ങൾ നമ്മളിവിടെ പ്രത്യേകമായി പ്രാർത്ഥിക്കാറുണ്ട്. എനിക്ക് വേണ്ടി മാത്രമല്ല ഞാൻ നിയോഗങ്ങൾ അർപ്പിക്കാറുള്ളത്. നമ്മളുടെ പരിചയത്തിലുള്ളവർക്ക് അസുഖങ്ങൾ വന്നാലോ അവർ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാലോ അവരുടെ പേരുകൾ പ്രത്യേകം എഴുതി ഞാൻ നിയോഗത്തിൽ സമർപ്പിക്കാറുണ്ട്. ഈ തന്ന അനുഗ്രഹങ്ങൾക്കെല്ലാം ഇനിയും എൻ്റെ കുടുംബത്തിന് അനുഗ്രഹങ്ങൾ തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഈ തന്ന അനുഗ്രഹങ്ങൾക്കെല്ലാം അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ആദ്യമായി ഈ അൾത്താരയിൽ സാക്ഷ്യം പറയാൻ എന്നെ അനുവദിച്ച കൃപാസന മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. എൻ്റെ പേര് റീന ചെറിയാൻ. ഞാൻ തൃശ്ശൂർ കുരിയച്ചിറയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി ഈ പുണ്യഭൂമിയിലെത്തിയത് 2018 ജൂലൈ 4-ാം തീയതിയാണ്. അന്ന് ഞാനിവിടെ വരുമ്പോൾ എനിക്ക് വളരെയധികം വിഷമതകളാലും സങ്കടത്താലുമാണ് ഞാൻ ഈ പുണ്യഭൂമിയിൽ വന്നത്. ഞാൻ ഉടമ്പടി എടുത്തത് എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് 11 വർഷവും എൻ്റെ മാതാപിതാക്കൾ മരിച്ചിട്ട് 27 വർഷവും കഴിഞ്ഞിരുന്നു. ഞങ്ങളുടെ ഭാഗ ഉടമ്പടി നടന്നിരുന്നില്ല. ഞാൻ എൻ്റെ മക്കളുടെ പഠനാവശ്യങ്ങൾക്കായി ഞാൻ സഹോദരങ്ങളോട് ഭാഗം ചോദിച്ചപ്പോൾ അവർ തരില്ല എന്ന് പറഞ്ഞു. ഞാൻ വളരെയധികം സങ്കടപ്പെട്ടു. ഇവിടെ ഉടമ്പടിയിൽ വയ്ക്കുകയും ചെയ്തു. ഞാൻ ആ സമയത്ത് 3 ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോൾ അന്ന് എനിക്ക് ജോസഫച്ചനെ കാണാൻ ഒരു അനുഗ്രഹം കിട്ടി. ജോസഫച്ചൻ മെസ്സേജ് എടുത്തു കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു, ഈ സമയത്ത് ഇപ്പോൾ ഈ ഭാഗം കിട്ടുക, ഉടമ്പടി നടക്കുക വളരെ വിഷമകരമാണ്, തടസ്സമാണ് കാണുന്നത്. എന്നാൽ നിൻ്റെ മക്കൾ പുറത്തുപോയി പഠിക്കുവാൻ ഒരു തടസ്സവും കാണുന്നില്ല. നിൻ്റെ മക്കളെ മാതാവ് അനുഗ്രഹിച്ചിരിക്കുന്നു. അവർ പുറത്തുപോയി പഠിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞു. അതിൻ്റെ ഫലമായി എൻ്റെ മക്കൾക്ക് ഒരു തടസ്സവും കൂടാതെ പുറത്തുപോയി പഠിക്കുവാനുള്ള അനുഗ്രഹം കിട്ടി. ഞാൻ എല്ലാ മാസവും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പോകാറുണ്ടായിരുന്നു. അങ്ങനെ 2024 6 വർഷങ്ങൾക്ക് ശേഷം ഉടമ്പടി എടുത്ത് 6 വർഷങ്ങൾക്ക് ശേഷം 2024 ഞാൻ വീണ്ടും ഉടമ്പടി പുതുക്കിയ സമയത്ത് ഞാൻ 5-ാമത്തെ കാര്യം, ഞങ്ങൾ ഈ ഭാഗത്തിൻ്റെ പ്രശ്നം കാരണം വഴക്കുകളായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും പോകുകയില്ല, ആവശ്യങ്ങൾ കൂടുകയില്ല, അങ്ങനെയായിരുന്നു. ഞാൻ ഈ 2024 നവംബറിൽ ഉടമ്പടി പുതുക്കിയ സമയത്ത് 5-ാമത്തെ നിയോഗമായി എൻ്റെ സഹോദരങ്ങൾ തമ്മിൽ രമ്യതയിലാവാനും, 6-ാമത്തെ കാര്യം മാതാവ് ഈശോയെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഭാഗ ഉടമ്പടി നടക്കുവാനും, ഞങ്ങളായിട്ട് അങ്ങോട്ട് ചെന്ന് ചോദിക്കുകയില്ല, ഈശോയും മാതാവും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ ഞങ്ങളോട് പറയണം നമുക്ക് ഈ ഭാഗ ഉടമ്പടി നടത്താം എന്ന്. അങ്ങനെ പ്രാർത്ഥിക്കുകയും ഉടമ്പടി വയ്ക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായി 2024 ഡിസംബറിൽ എൻ്റെ സഹോദരൻ ഞങ്ങളോട് പറയുകയും ചെയ്തു, നമുക്ക് ഈ ഭാഗ ഉടമ്പടി നടത്താം, ഈ പ്രശ്നങ്ങളെല്ലാം അവസാനിപ്പിക്കുക എന്ന് പറയുകയും 2025 ജനുവരി 31-ാം തീയതി ഒരു പ്രശ്നങ്ങളും കൂടാതെ ഈ ഭാഗം വെപ്പ് നടക്കുകയും തീറ് കിട്ടുകയും ചെയ്തു. അന്നു മുതൽ ഞങ്ങളെ സഹോദരങ്ങൾ തമ്മിൽ ഞങ്ങൾ രമ്യതയിലാവുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യങ്ങൾ കൂടുകയും സ്നേഹത്തിലാവുകയും ചെയ്തു. അതിനുശേഷം
2024 സെപ്റ്റംബറിൽ എനിക്കൊരു ഡെങ്കിപ്പനി വരികയും ഞാൻ 7 ദിവസം ICUലാവുകയും ചെയ്തു. 7 ദിവസം ICUവിൽ കിടക്കുമ്പോൾ എൻ്റെ പൾസ് റേറ്റ് 23-ഉം പ്ലേറ്റ്ലേറ്റ് 30-ഉമായിരുന്നു. എനിക്ക് 7 ദിവസം കിടന്നിട്ടും യാതൊരു വക കുറവുകളുണ്ടായില്ല. ഞാൻ ICUവിൽ കിടന്നപ്പോൾ അവരോട് ആവശ്യപ്പെട്ടത് എൻ്റെ ഈ ലോക്കറ്റ് എൻ്റെ കഴുത്തിലുണ്ട്, ഇത് മാത്രം ഊരരുത് എന്നാണ്. ഞാൻ ഈ പൾസ് ഓരോ സമയം നോക്കുമ്പോഴും എൻ്റെ നെഞ്ചത്ത് ഞാൻ ഈ ലോക്കറ്റ് വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അതിന് ശേഷം 7 ദിവസം കഴിഞ്ഞ് പൾസ് 40 ആയപ്പോൾ എന്നെ റൂമിലേക്ക് കടത്തിയപ്പോഴും എനിക്കൊരാശ്വാസം എന്ന് പറയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ 9ാമത്തെ ദിവസം ഒരു മകൾ വന്ന് എനിക്ക് ചേച്ചിക്ക് കുറച്ച് കൃപാസനത്തിലെ തേൻ തരട്ടെ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ തരാൻ പറഞ്ഞു. ആ മകൾ എനിക്ക് കുറച്ച് തേൻ തന്നു. ആ തേൻ എൻ്റെ കയ്യിൽ വാങ്ങിച്ച് നക്കിയ സമയത്ത് എൻ്റെ ശരീരത്തിൽ കൂടെ എന്തോ ഒരു ഫീലിങ് എനിക്കുണ്ടായി. അപ്പോൾ തന്നെ ആ മകളോട് ഞാൻ പറഞ്ഞു, എനിക്ക് കുറച്ചും കൂടി തേൻ തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അതിനെന്താന്ന് പറഞ്ഞിട്ട് ആ കുട്ടി വീണ്ടും എനിക്ക് തേൻ തന്നു. അതിനുശേഷം എൻ്റെ പൾസ് റേറ്റ് കൂടുകയും എൻ്റെ പ്ലേറ്റ്ലേറ്റ് കൗണ്ട് കൂടുകയും ചെയ്തു. 13ാം ദിവസം മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഞാൻ ഡിസ്ചാർജ് ആവുകയും ചെയ്തു. ഞാൻ വീട്ടിലേക്ക് വരുന്ന സമയത്ത് എൻ്റെ മക്കൾ എന്നോട് പറയുന്നു, വീട്ടിൽ വെള്ളമില്ല എന്ന്. സാധാരണ ബോർവെല്ലാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. ആദ്യമേ അതിൽ 5 മിനിറ്റ് കൂടുമ്പോഴാണ് വെള്ളം അടിക്കാറുണ്ടായിരുന്നത്. പക്ഷേ ഞാൻ ഹോസ്പിറ്റലിൽ പോയി വരുന്നതിന് മുമ്പ് ഒരു തുള്ളി പോലും വെള്ളം അതിൽ നിന്ന് കിട്ടുന്നില്ല. സെപ്റ്റംബർ മാസമാണ്, മഴ അത്യാവശ്യമുള്ള സമയമാണ്. ഒരു തുള്ളി പോലും വെള്ളം കിട്ടുന്നില്ല. എനിക്കാണെങ്കിൽ നടക്കാനായിട്ട് പറ്റില്ല. ഞാൻ മാതാവിൻ്റെ അടുത്ത് കരഞ്ഞ് പ്രാർത്ഥിച്ചു, മാതാവേ ഇനിയും എന്നെ ശിക്ഷിക്കുകയല്ലേ, ഭർത്താവില്ല, മക്കൾക്ക് വളരെയധികം ബുദ്ധിമുട്ട്, വെള്ളമില്ലാതെ എങ്ങനെ കഴിയും എന്ന് പറഞ്ഞു. ഈ കിണർ നോക്കാൻ ഞാൻ ഒരു ബോർവെല്ല് ക്ലീൻ ആക്കുന്ന ആൾക്കാരെ വിളിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഇതിൽ നിന്ന് ഇനി വെള്ളം കിട്ടില്ല, ഇത്ര വർഷമായതല്ലേ എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ മോളോട് പറഞ്ഞു, മോളെ നീ പോയി വിശ്വാസ പ്രമാണം ചൊല്ലി ആ കിണറ്റിൽ നീ ഉപ്പിട്ട് മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എനിക്ക് നടക്കാൻ പറ്റാത്ത കാരണം കൊണ്ട് ഞാൻ അവിടെ വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നിരുന്നത്. ഞാൻ അകത്തിരുന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി എൻ്റെ മകൾ പോയി ഈ കിണറിൻ്റെ പക്കത്ത് പോയി മുട്ടുകുത്തി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി കിണർ അവർ വന്ന് വീണ്ടും ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ 5 മിനിറ്റ് കിട്ടിയിരുന്ന വെള്ളം 1 മണിക്കൂർ വരെ അടിച്ചാൽ വറ്റാത്ത രൂപത്തിൽ മാതാവിനെ അനുഗ്രഹിച്ച് എനിക്ക് വെള്ളം തന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നത് പത്രം വാങ്ങിച്ച് ഞാൻ ഓട്ടോ സ്റ്റാൻഡ്, കടകൾ, തൃശ്ശൂർ വടക്കുന്നാഥൻ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ വരെ പോയി നിന്ന് ഞങ്ങൾ പത്രം കൊടുക്കാറുണ്ട്. പിന്നെ കാരുണ്യ പ്രവൃത്തികൾ പൊതിച്ചോറ് കെട്ടി വഴിയോരങ്ങളിൽ കൊടുക്കുകയും വൃദ്ധസദനങ്ങളിൽ ചെന്ന് ഞങ്ങൾ സഹായിക്കുകയും ചെയ്യാറുണ്ട്. പിന്നെ ആത്മീയമായി എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ ദിവസവും വിശുദ്ധ കുർബാന ഒരു ദിവസം പോലും മുടക്കാറില്ല. തന്നെയുമല്ല, എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവം ഉണ്ടായിരുന്നു, ചീത്ത വാക്കുകൾ പറയുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ഇതിനെല്ലാം മാതാവ് എന്നെ പൂർണ്ണമായും എനിക്ക് വിടുതൽ തന്നു. ഈ സാക്ഷ്യം പറയാൻ അനുവദിച്ച മാതാവിനും ഈശോപ്പനും കോടാനുകോടി നന്ദി പറയുന്നു.